ശീതളി അതെ, ശീത്കാരി അതെ, സദന്തി അതെ. കൂളിംഗ് പ്രാണായാമാസ് എന്നാണ് അതിൻ്റെ പേര് തന്നെ. അത് ചെയ്താൽ നീർക്കെട്ടൊക്കെ ഉള്ളവർക്ക് കൂടും. അതുപോലെ ആർത്രൈറ്റിസിൻ്റെ പ്രോബ്ലം ഉള്ളവർക്ക് ആ പ്രോബ്ലം കൂടും. കാരണം നമ്മുടെ ബോഡി തണുക്കുക. നമ്മൾ ചെയ്യുമ്പോൾ നമുക്കറിയാം നമ്മുടെ നാവിൻ്റെ സൈഡ്, തൊണ്ടയുടെ ഭാഗമൊക്കെ തണുത്ത് വരാനറിയാം. ശീതളി ചെയ്യുമ്പം തൊണ്ടയുടെ ഭാഗവും, ശീത്കാരിയും സദന്തിയും ചെയ്യുമ്പോൾ വായിൻ്റെ ഉള്ളിൽ നാവിൻ്റെ സൈഡും ഒക്കെ തണുത്ത് വരാനറിയാൻ മേലേ. അതുപോലെ അതുകൊണ്ട് തന്നെ ബോഡി തണുക്കുന്നുണ്ട്. അതുകൊണ്ട് ആർത്രൈറ്റിസ് ഉള്ളവർ അത് ചെയ്യരുത്. ചെയ്ത് കഴിഞ്ഞാൽ പെയിൻ കൂടും. ശരീരത്തിൽ ആകാശതത്വം കുറയുമ്പോഴാണ് ആർത്രൈറ്റിസ് പോലെയുള്ള സാധനങ്ങൾ വരുന്നത്. ഓക്കെ, തണുപ്പ് വരുമ്പം ആകാശതത്വം കുറയും. നമ്മൾ ഒരു സാധനത്തെ ചൂടാക്കുമ്പോഴല്ലേ അവിടെ ആകാശതത്വം കൂടിയിട്ട് അവിടെ ബെൻഡ് ചെയ്യാൻ പറ്റണത്. അതുപോലെ നമ്മുടെ ശരീരത്തിൽ ആകാശതത്വം കുറയുമ്പോഴാണ് ആർത്രൈറ്റിസ് വരിക. അപ്പോൾ തണുപ്പ് വരുമ്പോൾ ഇത് കുറഞ്ഞു വരും, സ്റ്റിഫാവും വീണ്ടും. ഓക്കെ, നമ്മൾ പ്രാണായാമം ചെയ്യുമ്പോൾ ശീതളി ആയാലും ശീത്കാരി ആയാലും സദന്തി ആയാലും ചെയ്യുമ്പോൾ ബോഡി തണുക്കും. അപ്പോൾ അതിന് ശരിയല്ല, അത് ആർത്രൈറ്റിസിന് കൊള്ളൂല അത്. ഓക്കെ.